പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടമായി തുടങ്ങി അൽ ഖലാ, ഒഴിഞ്ഞിരിക്കാൻ, ഏകാന്തവാസം, എല്ലാവരിൽ നിന്നും വിട്ട് അവിടുന്ന് ഫകാന യൽഹഖു ബിഗാരി ഹിറാ, ഹിറാ ഗുഹയിലേക്ക് അവിടുന്ന് പോകാൻ തുടങ്ങി. ഫയതഹന്നസു ഫീഹി, അവിടെ പോയി പ്രവാചകൻ ഇങ്ങനെ പ്രത്യേകമായ ഒരു ഇരുത്തം, അഥവാ എല്ലാത്തിൽ നിന്നും വിട്ടകന്നു നിന്നുകൊണ്ട് തന്റെ മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന നിലക്കുള്ള ഒരു ഇരുത്തം അവിടെ പോയി ഇരിക്കും. അവിടെ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നു, ഹിറാ ഗുഹ തന്നെ അന്ന് തെരഞ്ഞെടുക്കാൻ കാരണം അവിടെ ഇരുന്നാൽ, അതിന്റെ മുകളിൽ കയറിയിരുന്നാൽ ആ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കഅബ കൃത്യമായി തെളിഞ്ഞു കണ്ടിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഹിറാ ഗുഹയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധ്യാനനിരതനായിരിക്കും. ഏതാനും ദിവസങ്ങൾ പോയിരിക്കും. ഏതാനും ദിവസങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ ഉമ്മ യാത്രയാക്കും. ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാത്രയാക്കും. അങ്ങനെ യാത്രയാക്കിയിട്ട് അവിടെ ഏതാനും രാപ്പകലുകൾ പോയിരിക്കും. എന്നിട്ടോ അത് തീർന്നാൽ, ഭക്ഷണം തീർന്നാൽ, സുമ്മ യർജിഉ ഇലാ ഖദീജ ഫയതസവ്വദു ബിമിസ്ലിഹാ, പിന്നെ ഖദീജ ബിവിയുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും. പിന്നെയും കുറച്ചു ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് ഹിറാ ഗുഹയിൽ സമീപത്തേക്ക് പോകും. അങ്ങനെ ഇരിക്കെ അതാ വഹുവ ഫീ ഗാരി ഹിറാ, ഹിറാ ഗുഹയിലായിരിക്കെ ഒരു റമളാനിൽ ഫജാഅഹുൽ മലക്, മലക്ക് പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാവുന്ന സംഭവമാണ്. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കെ ഒരു റമളാനിൽ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇഖ്റ, വായിക്കുക, ഇഖ്റ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, മാ അന ബിഖാരീൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തറിയില്ല, വായന അറിയില്ല. നമ്മൾ മനസ്സിലാക്കണം, ഉമ്മിയ്യ് എന്നാണ് ഹബീബിനെ അല്ലാഹു തആല ഖുർആനിൽ വിശേഷിപ്പിച്ചത്. ഉമ്മിയ്യുൻ, എന്താ ഉമ്മിയ്യ് എന്ന് പറഞ്ഞാൽ? ഐ അല്ലദീ ലാ യഖ്റഉ വലാ യക്തുബു, എഴുതുകയോ വായിക്കുകയോ ചെയ്യാൻ അറിയാത്തയാൾക്കാണ് എന്ത് പറയാ? ഉമ്മിയ്യ്, അക്ഷരജ്ഞാനമില്ലാത്തയാൾ. ആ ആളോടാണ് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ഇഖ്റ, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വായിക്കുന്നവനല്ല. അപ്പൊ എന്താ ഉണ്ടായത്? ഫഅഖദനി, എന്നെ പിടിച്ചു, ഈ വന്നയാൾ എന്നെ പിടിച്ചു. ഫഗത്തനി, എന്നെ കൂട്ടി അമർത്തി പിടിച്ചു. ഹത്താ ബലഗ മിന്നി അൽ ജുഹദ്, എനിക്ക് വല്ലാതെ ക്ലേശിച്ചു പോയി. ഞാൻ, എന്റെ ശരീരം നുറുങ്ങുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. സുമ്മ അർസലനി, കൂട്ടി അണക്കി മാറോട് ചേർത്ത് അമർത്തി പിടിച്ചതിന് ശേഷം വിട്ടിട്ട് പറഞ്ഞു, വീണ്ടും ഇഖ്റ, ഇനി വായിക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കുന്നവനല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. രണ്ടാമതും എന്നെ പിടിച്ചു, ആദ്യ തവണത്തെ പോലെ എന്നെ അമർത്തി ഞെരുക്കി പിടിച്ചു. ഹത്താ ബലഗ മിന്നി അൽ ജുഹദ്, എനിക്ക് വല്ലാതെ നൊന്തു, വല്ലാതെ ഞാൻ ക്ലേശിച്ചു. സുമ്മ അർസലനി, പിന്നെയും എന്നെ ഇങ്ങോട്ട് വിട്ടിട്ട് ഫഖാല, പറഞ്ഞു, ഇഖ്റ, വായിക്ക. ഖുൽതു, അപ്പോഴും ഞാൻ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വായിക്കുന്നവനല്ല. ഫഗത്തനി അസ്സാലിസ, മൂന്നാമതും എന്നെ അണച്ചുകൂട്ടി പിടിച്ചു. ഹത്താ ബലഗ മിന്നി അൽ ജുഹദ് സുമ്മ അർസലനി, പിന്നെയും എനിക്ക് ക്ലേശം വരുമാറി എന്നെ അടക്കി പിടിച്ച് എന്നെ വിട്ടതിന്റെ ശേഷം പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു, വെറും ഇഖ്റ എന്നല്ല പറഞ്ഞത്, പിന്നെ എന്നോട് പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അത് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ അത് വായിക്കാനും പറയാനും ഹൃദിസ്ഥാക്കാനും ഒക്കെയാണ് സാധിച്ചു. അത്ഭുതം. ഇതുവരെ ഒന്നും പറയാനറിയാത്ത, വായിക്കാനറിയാത്തയാൾ ഏറ്റു ചൊല്ലുകയാണ്. അല്ലാഹു അതാ വഹീന്റെ ഭാരം, വഹീന്റെ ഒരു ഭാരം, അത് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരാത്മീയമായ നിലക്കുള്ള ഒരു പരുവപ്പെടുത്തൽ ആ ബോഡിയിൽ പരുവപ്പെടുത്തിയതായിരിക്കാം. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ പിടിച്ചുകൂട്ടലും വിടലും, പിടിച്ചുകൂട്ടലും വിടലും, പിടിച്ചുകൂട്ടലും വിടലും. അല്ലാഹു അഅലം. എന്തായിരുന്നാലും ഒരു വലിയ ഒരു പർവതത്തിന്റെ മുകളിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ഒരു പാറക്കെട്ടിന് മുകളിലാണ് ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തകർന്ന് തരിപ്പണമായി വീഴുമായിരുന്നു എന്ന് പറഞ്ഞ അത്യന്തം ഭാരമുള്ള സഖീലായ വാചകം തന്നെയാണ് ഖുർആൻ.
വലിയ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ, ഒരുപാട് മനുഷ്യരുടെ മാറ്റങ്ങൾക്ക് വിധേയമായ, മാറ്റങ്ങൾക്ക് നിദാനമായ ഈ മഹനീയമായ ഗ്രന്ഥം ഏറ്റെടുത്ത് അതിന്റെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ലോകത്തിന്റെ മുമ്പിൽ അത് ഉറക്കെ പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഒരു കഴിവ് ആത്മീയമായ കൂടിച്ചേരലിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു നൽകിയതായിരിക്കാം. അല്ലാഹു അഅലം. എന്തായാലും ആദ്യ അനുഭവം ഹിറാ ഗുഹയിലെ ആദ്യമായി സൂറത്തുൽ അലഖിൽ നിന്നുള്ള ആദ്യത്തെ 5 വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാതുകൾ തുളച്ചവിടുത്ത് ഹൃദയത്തിലേക്ക് എത്തി അവിടുന്ന് ഉരുവിടുകയാണ്.